ഇന്ന് നമ്മൾ ഫിലിപ്പി ലേഖനത്തിൻ്റെ അവസാനത്തെ സെഷനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അത് 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഫിലിപ്പിയർ 4. ഫിലിപ്പിയൻസ് 4:8 ഓൺവേർഡ്സ്, 8 വാക്യം മുതലാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഒടുവിൽ സഹോദരന്മാരെ, പ്രസംഗിക്കുന്നവർ ഒടുവിൽ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരു സന്തോഷമാണ്. കാരണം പ്രസംഗം തീരാൻ പോവുകയാണ്. വാസ്തവത്തിൽ ഒടുവിൽ എന്ന വാക്ക് പൗലോസ് ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ തൻ്റെ എഴുത്ത് അവിടെ തീർന്നില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒടുവിൽ എന്ന് പറയുന്നത് ഫൈനലി എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ എല്ലാം അതിൽ നിന്നെല്ലാം ഒരല്പം വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിനോട് ചേർത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയിലാണ് താനത് പറയുന്നത്. ഇവിടെ 8 വാക്യത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ഹൃദയത്തെ ദൈവം ക്രിസ്തു യേശുവിങ്കൽ കാക്കും എന്നാണ് പറഞ്ഞത്. 7 വാക്യം അങ്ങനെയായിരുന്നു. The peace of God passeth all understanding shall keep your hearts and minds through Christ Jesus. അപ്പം ദൈവം ചെയ്യുന്ന കാര്യമാണ് ഇതിനു മുമ്പ് പറഞ്ഞത്. ദൈവം നമ്മുടെ ഹൃദയത്തെ സമാധാനത്തിൽ കാക്കും. എന്നാൽ 8 വാക്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കണം? സാധാരണ ആളുകൾ അവർ ചിന്തിക്കുന്നത് എന്താണ്, നമ്മുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ ഒരു കാരണം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാഞ്ഞിട്ടാണ്. ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കും. കാരണം ദൈവത്തിൻ്റെ ഒരു പ്രധാന ഗുണവിശേഷം, ദ ബേസിക് ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ്, അത് ദൈവം സർവജ്ഞാനിയാണ് എന്നുള്ളതാണ്. ഹീസ് ഒംനീഷ്യൻ്റ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള, മനുഷ്യൻ്റെ എന്നല്ല ആരുടെയും ഹൃദയത്തിലുള്ള ചിന്ത ദൈവത്തിന് അറിയാം. 139 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവം അറിയാത്ത ഒരു ചിന്ത പോലും നമ്മുടെ ഉള്ളിലില്ല. ദൈവം നമ്മുടെ നിനവുകളെ ന്യായം വിധിക്കുമെന്ന് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദൈവം അറിയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ആദ്യ പാപം എന്ന് സാധാരണ നമ്മൾ പറയുന്നത് ആദാമും ഹവ്വയും ചെയ്ത പാപത്തെക്കുറിച്ചാണ്. വാസ്തവത്തിൽ അതല്ല ആദ്യത്തെ പാപം. ആദ്യത്തെ പാപം എന്നുള്ളത് ലൂസിഫറിൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചിന്തയാണ്. ലൂസിഫർ ഒന്നും ചെയ്തില്ല. അവൻ്റെ ഹൃദയത്തിൽ അവൻ നിരൂപിച്ചു, എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ ഞാൻ വയ്ക്കും എന്ന് താൻ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഓരോ ചിന്തകളും ദൈവം അറിയുന്നു. ആരോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ കൂടെ ഒരു ദിവസം ഏതാണ്ട് 70,000 ചിന്തകൾ കടന്നു പോകുന്നു. അത് ആരാണ് എണ്ണി നോക്കിയതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് വലിയൊരു സംഖ്യയാണ്. നമ്മുടെ മനസ്സിന് പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചിന്തിക്കുവാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള കഴിവുണ്ട്. ഈ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് മറ്റ് സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ, പണ്ട് നടന്ന കാര്യങ്ങൾ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാനും സാധിക്കും. ഇതൊക്കെ
നമ്മുടെ ചിന്ത കൊണ്ട് സാധിക്കുന്നതാണ്, ചിന്തകളുടെ സാധ്യതയാണ്. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ചിന്തയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയാണ്, നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? മെഡിറ്റേറ്റ് ഓൺ ദിസ്, അതാണ് 8-ാം വാക്യത്തിൻ്റെ അവസാനം. ഡ്വെൽ ഓൺ ദിസ് തിങ്സ് ഓർ മെഡിറ്റേറ്റ് ഓൺ ദീസ് തിങ്സ്. അപ്പം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ അഥവാ അതീന്ദ്രിയ ധ്യാനം എന്ന് നമ്മുടെ പല സ്വാമിമാരും പറയാറുണ്ട്. അതാണ് ഈ ചിന്തിക്കുക അല്ലെങ്കിൽ ധ്യാനിക്കുക എന്ന് പറയുന്നത് എന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. അതല്ല ഇത്. ഈ അതീന്ദ്രിയ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ മനസ്സിനെ ഒഴിച്ചിടുക എന്നുള്ളതാണ്. മനസ്സിനെ എംപ്റ്റി ചെയ്യുക, മനസ്സിൽ നിന്ന് എല്ലാ വിചാരങ്ങളെയും മാറ്റി ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എങ്ങനെ ഇരിക്കുക. അത് നമുക്ക് സമാധാനം നൽകും, നമുക്ക് ആരോഗ്യം നൽകും, മാനസികമായ ഉന്മേഷം നൽകും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ മനസ്സ് ഒഴിച്ചിടാൻ ഒരിടത്തും പറയുന്നില്ല. അതിൻ്റെ ഓപ്പോസിറ്റാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, കർത്താവ് മത്തായി സുവിശേഷത്തിൽ ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ഉള്ളിലൊരു ദുരാത്മാവുണ്ടായിരുന്നു. അവൻ അതിനെ പുറത്താക്കിയിട്ട് എന്ത് ചെയ്തു? അത് ആ വീട് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഈ അശുദ്ധാത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടന്നു, ഒരു സ്ഥലം കണ്ടില്ല. അവസാനം മടങ്ങി വന്നപ്പോൾ ഈ വീട് എംപ്റ്റി ആയിട്ട് കിടക്കുന്നു. പുള്ളി വേറെ 7 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് ആ മനുഷ്യൻ്റെ ഉള്ളിൽ കയറി പാർത്തു എന്നാണ്. അവൻ്റെ പിന്നീടത്തെ സ്ഥിതി മുമ്പിലത്തേതിലും മോശമായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിനെ ഒഴിച്ചിടുക എന്ന ഒരു കാര്യം ബൈബിൾ പറയുന്നില്ല. അതിന് പകരം ബൈബിൾ പറയുന്നത് മനസ്സിൽ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം. ബൈബിൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ചീത്ത കാര്യങ്ങൾ കടക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല. നമ്മൾ ഇന്ത്യക്കാർ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മൾ കൈ കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ദോഷമുണ്ടാകുന്ന നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ എന്തെങ്കിലും തരത്തിൽ ദോഷമുണ്ടാകുന്ന ഒന്നും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകരുത്, നമ്മുടെ വയറ്റിലേക്ക് പോകരുത് നമുക്ക് വളരെ നിർബന്ധമുണ്ട്. അതങ്ങനെ വേണം താനും. പക്ഷേ ഇതേ ജാഗ്രത നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന കാര്യങ്ങളുടെ ത്തിലും ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സിലേക്ക് നാം അനാവശ്യമായ ചീത്തയായ കാര്യങ്ങൾ കടത്തിവിട്ടാൽ അത് നമ്മുടെ ജീവിതത്തെ ദോഷമായി ബാധിക്കുമെന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശലോമോൻ പറഞ്ഞത്. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഈ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ നിങ്ങൾ ടി വിയിൽ കണ്ടാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ പുറകിൽ അവരുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ആ സെക്യൂരിറ്റി ഗാർഡ്സിനെ കണ്ടാൽ അവർ സെക്യൂരിറ്റി ഗാർഡാണെന്ന് തോന്നത്ത് പോലുമില്ല. അങ്ങനെയാണ് അവർ നിൽക്കുന്നത്. അവരവിടെ നിന്നിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കും, പിന്നെ കുറച്ച് സമയം ഇങ്ങോട്ട് നോക്കും, പിന്നെ ഇങ്ങോട്ട് നോക്കും, പിന്നെ ഇങ്ങനെ നോക്കും. ഇങ്ങനെ ഒരു 3-4 പേര് ആ സ്റ്റേജിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സദാസമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളുക എന്നതിൻ്റെ അർത്ഥം. ഒരു നിമിഷം പോലും അവർ റിലാക്സ് ചെയ്യത്തില്ല. നമ്മൾ ഒട്ടും റിലാക്സ് ചെയ്യാതെ സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഹൃദയം. കാരണം ജീവൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയും ഉത്ഭവം നമ്മുടെ ഹൃദയത്തിൽ എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് നമുക്ക് നോക്കാം. ഒന്നാമത്, സത്യമായത്. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ, കാണുന്ന ചില കാര്യങ്ങൾ, അതെല്ലാം സത്യമായിരിക്കണമെന്നില്ല. തെറ്റായ ഭോഷ്കായ കാര്യങ്ങൾ നമ്മൾ കേൾക്കും.
അങ്ങനെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഈ കേൾക്കുന്നത് സത്യമാണോ? സത്യമായ കാര്യമല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. ഇത് ഒരു പ്രാവശ്യം കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് അത് നമുക്ക് തടയാൻ സാധിക്കില്ല. ഒരാൾ നമ്മളോടൊരു തെറ്റായ കാര്യം പറഞ്ഞു, അത് നമുക്ക് തടയാൻ സാധിക്കില്ല. എന്നാൽ അത് സത്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒഴിവാക്കണം. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കരുത്. സത്യമായ കാര്യം മാത്രമേ നാം ചിന്തിക്കാവൂ. പിന്നെയുള്ളത് ഘനമായത് എന്ന് പറഞ്ഞാൽ ഓണറബിൾ, വെയിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ. ചില കാര്യങ്ങൾ വളരെ നിസ്സാരങ്ങളാണ്, വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു കഴമ്പും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പറയുമല്ലോ, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് ഇതിന് എന്ത് എഫക്റ്റാണുള്ളത്, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം എനിക്കുണ്ടോ? ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു മാസം കഴിഞ്ഞ് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് എന്താണ് ഈ ചെയ്യുന്ന കാര്യം കൊണ്ടുള്ള പ്രയോജനം? അങ്ങനെ നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങൾക്കും അത് വളരെ സില്ലിയായ, ഓണറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ സമയം കളയരുത്. മറിച്ച് ഘനമായ കാര്യങ്ങൾ, വെയിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ നമ്മൾ സ്വയം നിയന്ത്രിക്കണം. ഇത് ഘനമല്ലാത്ത കാര്യമാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെയുള്ളതാണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് നീതിയല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കേൾക്കും. അത് ശരിയല്ല. അത് ചില ആളുകൾ ചില തെറ്റായ കാര്യങ്ങൾ ചെയ്തു, അന്യായം ചെയ്തു. നമ്മളാണ് സാധാരണ പറയുന്ന അഴിമതിയെക്കുറിച്ച് പറയുന്നു. പല ആളുകൾ അഴിമതി ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ബൈബിൾ പറയുന്നത് നീതിയല്ലാത്തൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല. അത് നീതിയല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അത് നിങ്ങളുടെ മെഡിറ്റേഷൻ, നിങ്ങളുടെ ചിന്തയിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ അടുത്തതാണ് നിർമ്മലമായത്. ഈ മനുഷ്യർക്ക് തെറ്റായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അത് മറ്റുള്ളവരോട് പറയാനുമൊക്കെ വലിയ ഒരു താല്പര്യമുണ്ട്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇൻക്ലിനേഷൻ അതാണ്. നല്ല കാര്യം കേൾക്കാനല്ല, മറിച്ച് ചീത്തക്കാര്യം കേൾക്കാനാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു കഥയോ ഒരു നോവലോ അല്ലെങ്കിൽ ഒരു സിനിമയോ ഒരു TV പ്രോഗ്രാമോ എന്തെങ്കിലും എടുക്കുക. ആ കഥയിൽ ഒരു വില്ലൻ ഇല്ലെങ്കിൽ ആ കഥ ഭയങ്കര ബോറാണ്. ആ കഥയ്ക്ക് രസമില്ല. അപ്പോൾ ഒരു ഈവിൾ എലമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അത് നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ പാപം ചെയ്ത് വീണു പോയതിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് നിർമ്മലമല്ലാത്ത മലിനമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു വ്യഗ്രതയുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഈ ചിന്ത ഇത് പ്യുവർ, ഈസ് ഇറ്റ് പ്യുവർ? ഇത് നിർമ്മലമായതാണോ? അല്ലെങ്കിൽ അത് ഒഴിവാക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെയുള്ളത് രമ്യമായത്, ലവ്ലി. ഞാൻ ഇത് കേട്ടിട്ടുള്ളതാണ്. ഞാനത് വെരിഫൈ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല, കാരണം എനിക്ക് ആ ഭാഷ അറിഞ്ഞുകൂടല്ലോ. ഇസ്രയേലിലുള്ള മീഡിയയെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യം, അവർ ചീത്തയായ കാര്യങ്ങൾക്ക്, ചീത്തയായ വാർത്തകൾക്ക് അമിത പ്രാധാന്യം നൽകിയില്ല. നേരെ മറിച്ച് നല്ല കാര്യങ്ങൾ നടന്നുവെങ്കിൽ, നല്ല വാർത്തകൾ ഉണ്ടെങ്കിൽ അതിനവർ പ്രാധാന്യം നൽകും. അത് അവരുടെ ഒരു പോളിസിയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ എവിടെയെങ്കിലും ഒരു കുറ്റം നടന്നു, ഒരു ക്രൈം നടന്നു, അതിനാണ് പ്രാധാന്യം.
അതറിയാനാണ് ആളുകൾക്ക് താല്പര്യം. അത് രമ്യമായതല്ല, അത് ഇറ്റ്സ് നോട്ട് ലവ്ലി, ഇത് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ രമ്യമായ കാര്യങ്ങൾ, മലയാളത്തിലുള്ള വാക്കാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഹാർമോണിയസ് ആണ്. അത് രണ്ട് കാര്യങ്ങൾ ചേരുമ്പോൾ നമുക്ക് മനസ്സിന് സുഖം തോന്നുന്നതാണ് രമ്യമായതെന്ന് പറയും. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ എങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാം, എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാം എന്നല്ല ചിന്തിക്കേണ്ടത്. അടുത്തത് സൽകീർത്തിയായത്, പ്രൈസ് വർത്തി. ഇത് കേട്ടാൽ അല്ല കമൻറ്റബിൾ, ഇത് കേട്ടാൽ ആൾ കൊള്ളാമല്ലോ എന്ന് പറയുന്ന കാര്യങ്ങൾ. അതുപോലെ പുകഴ്ച എന്ന് പറയുന്നത് എക്സലൻ്റ്, നല്ലതെന്നല്ല, ഏറ്റവും നല്ല കാര്യങ്ങൾ. എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊള്ളുക. നാം മുമ്പ് പറഞ്ഞു ഡ്വെൽ ഓൺ ദിസ്, മെഡിറ്റേറ്റ് ഓൺ ദിസ്. അപ്പോൾ ഇത് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പൗലോസ് ഇവിടെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും പറയുന്നത്, എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യം. ഞാനാണ് നെഗറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞത്. പൗലോസ് പറയുന്ന എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത്തരം കാര്യങ്ങളായിരിക്കണം നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കേണ്ടത്. ഇതല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. കർത്താവ് മത്തായി സുവിശേഷം 12 പറഞ്ഞത് അല്ലേ? അതുപോലെ തന്നെ പ്രൈസ് വർത്തി, കേട്ടാൽ ദൈവത്തെ സ്തുതിക്കാൻ തക്ക കാര്യങ്ങൾ. ഞാനത് വിട്ടുപോയി. ഓക്കെ, ഇതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്തില്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ പോസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മത്തായി സുവിശേഷം 12:34 കർത്താവ് പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് പുറത്തു വരും. നമ്മളത് എൻ്റെ ഹൃദയത്തിലുള്ള കാര്യമാണ്, അത് ആരും അറിയുകയില്ലെന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ അത് പുറത്തു വരും. കർത്താവ് അതാ പറഞ്ഞത്, എന്നെങ്കിലും അത് പുറത്തു വരും. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം സൂക്ഷിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നല്ല കാര്യങ്ങൾ നിറച്ചു വെച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തു വരും. നമ്മൾ സാധാരണ പറയുമല്ലോ, ഒരു ഗ്ലാസ് എടുത്തു വെച്ചിട്ട് ആ ഗ്ലാസ് ഒന്ന് ചെരിച്ചാൽ ആ ഗ്ലാസ്സിനകത്ത് നിന്ന് എന്താ പുറത്തു വരിക? ആ ഗ്ലാസ്സിനകത്തുള്ളതേ പുറത്തു വരുള്ളൂ. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടാകുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു വിഷമ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് എക്സൈറ്റഡ് ആയാൽ അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന എന്താ? നമ്മുടെ ഹൃദയത്തിലുള്ളതാ അല്ലേ? ഞാൻ നല്ലൊരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് പറയാൻ പറ്റും. ദാവീദ് പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ദാവീദിൻ്റെ ഭാര്യയായ മീഖൾ ദാവീദിനെ കണ്ടിട്ട് നമ്മൾ വായിക്കുന്നത് അവൾ ഹൃദയത്തിൽ ദാവീദിനെ നിന്ദിച്ചു എന്നാണ്. അതാരും അറിഞ്ഞില്ല. പക്ഷേ ദാവീദ് അവളെ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കാൻ വന്നപ്പോൾ അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ പരിഹാസം, ദാവീദിനെ അവൾ ഡിസ്പൈസ് ചെയ്തത്, ഹൃദയത്തിൽ ഡിസ്പൈസ് ചെയ്തത് അവളുടെ വായിൽ കൂടെ പുറത്തു വന്നു. അതിൻ്റെ ഫലം അവൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി എടുക്കണം. ഒന്നാമത് ഇത് ദൈവം അറിയുന്നു. ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ ഹൃദയം തുറന്നു കിടക്കുകയാണ്. ദൈവത്തിന് എല്ലാം അറിയാം. അപ്പോൾ ദൈവത്തെ പേടിയുണ്ടെങ്കിൽ, ദൈവം ഇതൊക്കെ അറിയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ചിന്ത അത് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. ഈ പറഞ്ഞതുപോലെ സത്യമായതും ഘനമായതും നീതിയായതും നിർമ്മലമായതും രമ്യമായതും സൽകീർത്തി ആയതും സൽഗുണമോ പുകഴ്ചയായതുമായ കാര്യങ്ങളായിരിക്കണം നാം ചിന്തിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കും.
ഇപ്പോൾ പൗലോസ് സാധാരണ കത്തുകൾ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് സഭകൾക്ക് കത്തുകൾ എഴുതുമ്പോൾ, താൻ ആദ്യം ഉപദേശ വിഷയങ്ങൾ പറഞ്ഞിട്ട് അതിനുശേഷം പ്രായോഗിക വശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ റോമലേഖനം എടുക്കുക, ആദ്യത്തെ 11 അധ്യായങ്ങളിൽ അതിൽ വലിയ തിയോളജിയൊക്കെ പറഞ്ഞിട്ട് 12-ാം അധ്യായം മുതൽ നമ്മൾ ചെയ്യേണ്ട പ്രായോഗികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഫിലിപ്പി ലേഖനത്തിൽ നമുക്കത് കാണാൻ കഴിയും. കർത്താവിൻ്റെ നമ്മൾ ക്രിസ്തുയേശുവിലുള്ള ഭാവത്തെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം 4-ാം അധ്യായത്തിൽ താൻ പറയുന്നത് 2 സഹോദരിമാരോട് നിങ്ങൾ ഏകചിന്തയോടെ ഇരിക്കണം. അതാണ് അവിടുത്തെ പ്രശ്നം. ഇങ്ങനെ പ്രായോഗികമായ കാര്യങ്ങൾ താൻ പറയും. ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. 8-ാം വാക്യത്തിൽ നമ്മുടെ ചിന്തയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രവർത്തിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് 9-ാം വാക്യത്തിൽ വായിക്കുന്നത്. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. 8-ാം വാക്യം നമ്മുടെ ചിന്തയെക്കുറിച്ചാണെങ്കിൽ 9-ാം വാക്യം നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ചാണ്. എന്താണ് പ്രവർത്തിക്കേണ്ടത്? എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ എന്നെ അനുകരിക്കുക, ഇമിറ്റേറ്റ് മീ. ഇതാ പറയുന്നത്. എന്നോട് പഠിച്ചും എന്ന് പറഞ്ഞാൽ പൗലോസ് പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, അവരുടെ ആളാം പ്രതി അവരോട് സംസാരിച്ച് കാണും. ഇതേ കാര്യം നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിൽ കാണാം. ഞാൻ ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ പൗലോസ് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. പിന്നെ ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത്. ഈ പഠിപ്പിക്കുന്നതൊന്ന്, ഗ്രഹിക്കുന്നത് വേറൊന്നാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ചിലർ പറയും ഒരാളൊരു കാര്യം പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം അത് കേട്ടു എന്നല്ല, ഒരു കാര്യം കേട്ടു എന്നതിൻ്റെ അർത്ഥം അത് അയാൾക്ക് മനസ്സിലായി എന്നുള്ളതല്ല, അയാൾക്കത് മനസ്സിലായി എന്നതിൻ്റെ അർത്ഥം അയാളത് പ്രവർത്തിക്കും എന്നതുമല്ല. അപ്പോൾ പഠിപ്പിച്ചതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് മനസ്സിലായി എന്ന് വരികയില്ല. പഠിപ്പിച്ചതിന് പുറമെ അവർ ഗ്രഹിക്കുന്നത് എന്താണ് അവർ ഗ്രഹിച്ചത് എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇത് പ്രധാനമായും പഠിപ്പിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഉത്തരവാദിത്തമാണ്. സാധാരണ ഇപ്പോൾ പണം ചെലവാക്കുന്നതിനെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ പണം ഉപയോഗിക്കേണ്ടത്, പണം ചെലവാക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് എങ്ങനെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം എന്നൊരു സെഷൻ നടക്കുകയാണ്. അപ്പോൾ ആ സെഷനിൽ അതെടുത്ത ആൾ അവസാനം പറഞ്ഞത്, ദീസ് തിങ്സ് കനോട്ട് ബി ടോട്ട്, ഇറ്റ് ഈസ് ബീൻ കോട്ട്. എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നമ്മൾ എത്ര പഠിപ്പിച്ചാലും ആളുകൾ ഗ്രഹിക്കുകയില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഗ്രഹിക്കുകയില്ല. കുട്ടികൾ ഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടിട്ടാണ്. അങ്ങനെയാണ് അവർ ഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവവചനം പഠിപ്പിക്കുന്ന ആളുകൾ അവർ ഉപദേശങ്ങൾ പഠിപ്പിച്ചാൽ മാത്രം പോരാ, അവരുടെ ജീവിതത്തിൽ അത് പ്രകടമാകണം. എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു സംഭവം വേറൊരാളെക്കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം നന്നായിട്ട് പ്രസംഗിക്കും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കൊള്ളാം. എന്നിട്ട് ആ കൂടെ തന്നെ ഒരാൾ പറഞ്ഞു, പക്ഷേ അനുകരിക്കത്തക്ക യാതൊരു ക്രിസ്തീയ മാതൃകയും ആ മനുഷ്യനിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന്. എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം അയാൾ പഠിപ്പിച്ച കാര്യങ്ങൾ നല്ലതാണ്, പക്ഷെ അയാളിൽ നിന്ന് ഒന്നും ഗ്രഹിക്കാൻ ആളുകൾക്കില്ലായിരുന്നു. നല്ല കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ ആളുകൾക്ക് സാധിക്കില്ലായിരുന്നു. പൗലോസ് പറയുന്നത് എന്നോട് പഠിച്ചത് മാത്രമല്ല, നിങ്ങൾ എന്നിൽ നിന്ന് ഗ്രഹിച്ചതും എന്നിൽ നിന്ന് കേട്ടതും കണ്ടതും, ഞാൻ എങ്ങനെ ജീവിച്ചു, ഞാൻ എങ്ങനെ നിങ്ങളുടെ ഇടയിൽ പെരുമാറി. ഇത് വളരെ വ്യക്തമായിട്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ താൻ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ നടന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് പൗലോസ് അത് പറയുന്നത്. അപ്പോൾ അതാണ് താൻ ഇവിടെയും പറയുന്നത്. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. എന്തു വലിയൊരു കംഫർട്ടാണത്. അപ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യം നമുക്കൊക്കെ ആവശ്യമാണ്. പക്ഷേ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ചിന്തകൾ
ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ അതനുസരിച്ചുള്ളതായിരിക്കണം. ഇനി 10-ാം വാക്യം മുതലാണ് താൻ തനിക്ക് ലഭിച്ച ഭൗതിക നന്മയെക്കുറിച്ച് പറയുന്നത്. നമ്മൾ സാധാരണ പറയും എപ്പഫ്രാദിത്തോസിൻ്റെ കയ്യിൽ പൗലോസിന് കൊടുത്തു വിട്ട ഭൗതികമായ നന്മ അല്ലെങ്കിൽ പണം, അത് ലഭിച്ചതിനുള്ള താങ്ക്സ് ആണ്, അല്ലെങ്കിൽ നന്ദിയായിട്ട് എഴുതിയ എഴുത്താണ് ഇത് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഈ അവസാന ഭാഗത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. അപ്പോൾ പൗലോസ് ആദ്യം പറയുന്നത് നിങ്ങളുടെ പണത്തിന് നന്ദി എന്നല്ല. താൻ എംഫസിസ് ചെയ്യുന്നത് ദേ തോട്ട് അബൌട്ട് ഹിം, അവരുടെ വിചാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ചില ആളുകൾ സുവിശേഷകന്മാർക്കും ഇങ്ങനെ ദൈവവേല ചെയ്യുന്ന ആളുകൾക്കും ഭൗതികമായ സംഭാവനകൾ നൽകും, നല്ല കാര്യം. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് വളരെ ഇംപേഴ്സണലാണ്. എന്ന് വെച്ചാൽ അവർക്ക് പൈസ കൊടുക്കണം, ഞാൻ പൈസ കൊടുക്കുന്നു എന്നതിൽ കവിഞ്ഞ് അവരെക്കുറിച്ച് യാതൊരു വിചാരവുമില്ലാതെ പെരുമാറും. അതത്ര ഒരു നല്ല പ്രാക്ടീസാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്, അതുകൊണ്ട് ആരും അറിയാതെ ഒരാളെ സഹായിക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അങ്ങനെ ചെയ്യുന്നു, അതൊരു നല്ല കാര്യം. പക്ഷേ നിങ്ങൾ ഒരു ദൈവദാസനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന കാര്യം അയാൾ അറിയുന്നത് വലിയ ഒരു എൻകറേജ്മെൻറ്റാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ സഭയിൽ നിന്ന് ആളുകൾക്ക് പണം അയച്ചു കൊടുക്കുമ്പോൾ അവർ മറുപടിയായി എഴുതുമായിരുന്നു. ഇപ്പോൾ കുറേ വർഷങ്ങൾ ആ മറുപടിയായിട്ട് കിട്ടുന്ന കത്തുകൾ വായിച്ചിട്ട് അതിനകത്തുനിന്ന് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാനാണ് കമ്പൈൽ ചെയ്തിട്ട് പ്രാർത്ഥനാ മീറ്റിങ്ങിന് അതുകൊണ്ട് കൊടുക്കും. അത് നോക്കി ആളുകൾ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഞാനത് കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശയം തോന്നി, എന്തുകൊണ്ട് ഇവരെ ഒന്ന് വിളിച്ച് സംസാരിച്ചുകൂടാ? ഫോണൊക്കെ എല്ലാവർക്കും, സെൽഫോൺ എല്ലാവർക്കും വാങ്ങിക്കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് ചിന്തിച്ചു. എനിക്ക് അത്യാവശ്യം ഹിന്ദി പറയാനറിയാം, അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലുള്ള പലരെയും ഞാനിങ്ങനെ വിളിച്ചു. അപ്പോൾ 1-2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഞാൻ അവരോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവരെ ആരും വിളിക്കാറില്ല. ഞാൻ ഒരിക്കൽ ഒരാളെ ഫോൺ ചെയ്തപ്പോൾ ആ സഹോദരനോട്, ഞാൻ ബസ്സിൽ ഒരു സ്ഥലത്തോട്ട് ഒരു വില്ലേജിലേക്ക് പോവുകയാണ്, ആണ് വിളിച്ചത്, എനിക്ക് ശരിക്കും കേൾക്കാൻ മേല എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഞാൻ തിരിച്ചു വിളിക്കാം, കാരണം സാധാരണ ഞങ്ങളെ ആരും വിളിക്കാറില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു നിങ്ങളുടെ സഭയിൽ നിന്ന് അയക്കുന്ന പൈസയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു ഫോൺ കോൾ ആദ്യമായിട്ടാണ്. എനിക്കത് കേട്ടപ്പോൾ സങ്കടം തോന്നി. കാരണം നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നു, നമ്മൾ വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഒരു വില്ലേജിൽ പേരിന് മാത്രം ക്രിസ്തീയ പേരുകൾ പോലുമുള്ള സ്ഥലങ്ങളിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. പലയിടത്തും അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവരുടെ കുട്ടികൾക്കല്ലാതെ വേറെ ആർക്കും ക്രിസ്തീയ പേരുകൾ പോലുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന അവർക്ക് വേണ്ടി അവരെ നമ്മൾ വിചാരിച്ചു എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയൊരു കാര്യമാണ്. അപ്പോൾ പൗലോസ് ഇവിടെ വെറുതെ അല്ല പറയുന്നത്, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. വേറൊരു കാര്യം, ഇത് ഒരു പ്രാക്ടീസാണ്.
ദേവദാസന്മാരെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് അതൊരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസാണ്. അത് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു പ്രാക്ടീസാണ്. നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കണം. അതാ പൗലോസ് പറഞ്ഞ മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, പക്ഷേ അത് പ്രകടിപ്പിക്കുവാൻ അവർക്ക് അവസരം കിട്ടിയില്ല. ഇന്നത്തെ പോലെ അന്ന് ഫോണോ കത്തുകളോ ഒന്നുമില്ലല്ലോ. ഇന്ന് നമുക്കതിൻ്റെ ഒന്നും ഒരു വിഷമവുമില്ല. നമുക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഒരു ദിവസം ഒരു 10 മിനിറ്റ്, അല്ല വേണ്ട, ആഴ്ചയിലൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് പരിചയമുള്ള ഒരു സുവിശേഷകനെ ഫോൺ ചെയ്യാം. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാം. അത് അവർക്ക് വലിയ അനുഗ്രഹവും എൻകറേജ്മെൻറ്റും ആയിരിക്കുമെന്ന് മാത്രമല്ല, അത് നിങ്ങൾക്കും വലിയ എൻകറേജ്മെൻ്റ് ആയിരിക്കും, അതിന് ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിച്ചാൽ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് നമ്മെ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. തിങ്കിങ് ലീഡ്സ് ടു ആക്ഷൻ. അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ അവർ പൗലോസിനെ കുറിച്ച് ചിന്തിച്ചു. പൗലോസ് ജയിലാണെന്ന് കേട്ടു. ഉടൻ തന്നെ അവർ ഇതൊരു അവസരമാണെന്ന് കണ്ട് അവർ എപ്പഫ്രാദിത്തോസിനെ അയച്ചു. പൗലോസ് ആ കാര്യം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. 15-ാം വാക്യത്തിൽ താൻ പറയുന്നു, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പണം അയച്ച് നന്നായി എന്ന ആ ഒരു അർത്ഥത്തിലല്ല താൻ പറയുന്നത്. താൻ പറയുന്നത് ബുദ്ധിമുട്ട് കാരണം ഞാൻ പറയുന്നു എന്ന് വിചാരിക്കരുത്. അതിൻ്റെ അർത്ഥം ബുദ്ധിമുട്ടില്ലെന്നല്ല, തനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അടുത്ത വാക്യത്തിൽ നമുക്കത് കാണാം. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അലംഭാവം എന്ന് പറഞ്ഞാൽ ഒരു നല്ല വാക്കല്ല. നമ്മൾ എന്താ പറയുന്നത്, ഉഴപ്പുന്നതിനാണ് നമ്മൾ സാധാരണ അലംഭാവം എന്ന് പറയുന്നത്. പക്ഷേ ബൈബിളിൽ അത് വളരെ പോസിറ്റീവായിട്ട് 2 സ്ഥലത്ത് ഉപയോഗിക്കും. ഒന്നിവിടെയാണ്, മറ്റേത് 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യത്തിൽ. അലംഭാവത്തോടുകൂടിയുള്ള ക്രിസ്തീയ ജീവിതം വലിയ ആദായ സൂത്രം എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അലംഭാവം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഉള്ള അവസ്ഥയിൽ ഞാൻ സന്തോഷവാനാണ്, അതാണ് അലംഭാവത്തോടു കൂടിയുള്ള ക്രിസ്തീയ ജീവിതം. ഇത് ഈ ലോകത്തിന് മനസ്സിലാകില്ല. ലോകത്തിൽ അംബീഷ്യസ് അല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജയിക്കണം, എനിക്ക് പലതും നേടിയെടുക്കണം, പല നേട്ടങ്ങൾ ഉണ്ടാക്കണം, വിജയിക്കണം എന്ന ഒരു ആഗ്രഹമാണ് ആളുകളെ പല കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഇവിടുന്ന് 5 വർഷം കഴിയുമ്പോൾ ഞാൻ ഈ കമ്പനിയുടെ ഇന്ന പൊസിഷനിലെത്തണം, 2 പ്രൊമോഷൻ എനിക്ക് കിട്ടിയിരിക്കണം. ഇത് ലോകം ചിന്തിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇവിടുന്ന് ഒരു 5 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഞാൻ എന്തുമാത്രം എൻ്റെ കർത്താവിനെ പോലെയാകും, തൻ്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപനാകുമോ, കുറച്ചുകൂടി അനുരൂപനാകുമോ, അല്ലാതെ ഈ ഭൂമിയിൽ എന്ത് നേട്ടമുണ്ടാകുമെന്നല്ല. അത് ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അലംഭാവം. ഉള്ളത് മതി, ഇതൊക്കെ മതി, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ പൗലോസ് ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് പറയുന്നത്, എനിക്ക് നിങ്ങൾ പൈസ അയച്ചു തന്നില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അത് ഓക്കെയാണ്. ആ ബുദ്ധിമുട്ടിൽ ഇരിക്കാൻ എനിക്കറിയാം എന്നല്ല പറയുന്നത്, ഈ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൗലോസിന് അത് അറിഞ്ഞുകൂടായിരുന്നു. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടു കൂടി ഇരിക്കാൻ തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, പക്ഷെ താൻ അത് പഠിച്ചു. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ മനുഷ്യന് സാധിക്കില്ല, പ്രാകൃത മനുഷ്യന് സാധിക്കില്ല. പക്ഷേ ഒരു ക്രിസ്തു വിശ്വാസിക്ക് അത് സാധിക്കണം, അവനത് പഠിക്കണം. എന്നും പരാതി പറഞ്ഞ് എനിക്കിത് പോരാ, അത് വേണം, കിട്ടിയത് പോരാ. നമ്മൾ സദൃശവാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, കന്നട്ടയുടെ 2 മക്കൾ തരിക, കിട്ടിയത് പോരാ എന്ന് പറയുന്ന ആ സ്വഭാവമല്ല. മറിച്ച് നമുക്കുള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കും, കണ്ടെയ്ൻമെൻ്റ് ഉണ്ടായിരിക്കും.
നിങ്ങൾക്ക് കിട്ടുന്ന വസ്തുക്കളാണ് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷവും സംതൃപ്തി ഉണ്ടാകില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ റോക്ക് ഫെല്ലറിനോട് ചോദിച്ചു, അന്ന് അദ്ദേഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും പണക്കാരൻ, നിങ്ങൾക്ക് തൃപ്തിയാകണമെങ്കിൽ ഇനി എത്ര പണം കൂടെ വേണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കുറച്ചും കൂടെ പൈസ കിട്ടിയാൽ എനിക്ക് തൃപ്തിയാകുന്നു. അദ്ദേഹത്തിന് പൈസ കിട്ടിയിട്ട് തൃപ്തി ആയില്ല. അപ്പോൾ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടുകൂടി ഇരിക്കാൻ പഠിച്ചാൽ സന്തോഷമായി ജീവിക്കാം. താൻ പറയുന്നു, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. എന്ന് വെച്ചാൽ എനിക്കൊരു നല്ല കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ അതൊന്നും ശരിയല്ല, അതൊക്കെ പാപമാണ്. ഒരു നല്ല ഉടുപ്പിടുന്നത് ഒരാളൊരു നല്ല ഷർട്ട് തന്നു, ഈ ഉടുപ്പിടുന്നത് പാപമാണ് എന്ന് പറഞ്ഞാൽ ആ ഉടുപ്പെടുത്ത് കളയല്ല. എനിക്ക് ആരെങ്കിലും തന്നാൽ സന്തോഷത്തോടെ അത് മേടിച്ച് സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. നല്ല ഭക്ഷണം തന്നാൽ ഞാനത് കഴിക്കും. ഇല്ല, ഞാൻ ഇങ്ങനത്തെ ഭക്ഷണം കാണുമ്പോഴൊക്കെ പട്ടിണി കിടക്കുന്നവരെ ഓർക്കും, ഞാനത് കഴിക്കുകയില്ല. ഇല്ല, അങ്ങനത്തെ അമിത ആത്മീയം അതൊന്നും പൗലോസ് പറഞ്ഞില്ല. എനിക്ക് താഴ്ചയിലിരിക്കാനും ഭക്ഷണം ഇല്ലാതെ പട്ടിണി കിടക്കാനും എനിക്കറിയാം. നല്ല ഭക്ഷണം കിട്ടിയാൽ സ്വോത്രം ചെയ്ത് കഴിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ ശീലമല്ല, നമ്മളിതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ പൗലോസ് പറഞ്ഞു, ഞാനിതൊക്കെ പഠിച്ചു, ഞാനിതൊക്കെ ശീലിച്ചിരിക്കുന്നു, പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് താൻ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഏറ്റവും കൂടുതൽ അനവസരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണിത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഒരു പ്രാവശ്യം ഒരാൾ പറയുന്നത് കേട്ടതാണ്. ഒരാൾ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യും എന്ന് എഴുതി വെച്ചു. എവറസ്റ്റ് അല്ല, അതുപോലെ ഒരു കൊടുമുടി കയറും, ഇത്ര രാജ്യങ്ങൾ സന്ദർശിക്കും, ഇന്നിന്ന സ്ഥലങ്ങളിൽ പോകും, ഇന്നിന്ന ഭക്ഷണങ്ങൾ കഴിക്കും, ഇന്നിന്ന ആളുകളെ കാണും, ഇങ്ങനെ ലോകത്തിലെ പ്രസിദ്ധമായ പല സ്ഥലങ്ങളും സന്ദർശിക്കും. അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താണ്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇതാണ് ദൈവവചനം കൂട്ടിക്കളയുക എന്ന് പറയുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കിയേ, 12-ാം വാക്യവും 13-ാം വാക്യവും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ച ആളാണ്, വളരെ ലക്ഷറിയിൽ ജീവിച്ച ഒരാളാണ് പൗലോസ്. കാരണം യഹൂദ മത നേതാക്കന്മാർക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ നന്നായിട്ട് അറിയാമായിരുന്നു. അവിടെ സന്നിധി സംഘത്തിലുള്ള ആളുകൾക്ക് പോലും പൗലോസിനെ പരിചയമുണ്ട്. റോമൻ പൗരനാണ്. ഒരു സൊസൈറ്റിയിലെ എല്ലാ പ്രിവിലേജസും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല, ജയിലിൽ കിടക്കേണ്ട കാര്യമില്ല, വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഒരാവശ്യമില്ലായിരുന്നു. സാധാരണഗതിയിൽ ആ നിലയിൽ ജീവിച്ച ഒരാൾക്ക് ഇത്തരം താഴ്ചയും ബുദ്ധിമുട്ടും അനുഭവിക്കാൻ വിഷമമാണ്. പൗലോസ് പറയുന്നത് എന്താണ്? ദൈവം എന്നെ ഒരു ജയിലിൽ തറയിൽ കിടന്നുറങ്ങാൻ ശക്തനാക്കി. 2 തിമോത്തിയോസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, തണുപ്പ് കാലത്ത് പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും ഇല്ലാതെ ജയിലിൽ കിടക്കാൻ ദൈവം എന്നെ ശക്തനാക്കി. കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെങ്കിലും എന്താണ്, റോമൻ ഗവൺമെൻറ്റിൻ്റെ ഫുൾ സെക്യൂരിറ്റിയിൽ യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് പിന്നെ സീസറിയയിലേക്കൊക്കെ പോകാൻ ശക്തനാക്കി. കയ്യിൽ ഒരു പൈസ ഇല്ലെങ്കിലും തന്നെ വിസ്തരിച്ച ജഡ്ജി ഇയാൾ പൈസ തരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ആ വ്യക്തിയോടും സുവിശേഷം പറയാൻ ദൈവം പൗലോസിനെ ശക്തീകരിച്ചു. അപ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുന്നത്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ എന്നെ ശക്തനാക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ ശക്തനാക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനിയിൽ നിന്ന് പുറപ്പെട്ടാരാൻ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ.
ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാമുണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രാദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. പൗലോസ് പിന്നെയും പറയാണ്, എങ്കിലും എൻ്റെ കഷ്ടതയിൽ, ഈ സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ എന്നൊക്കെ പറഞ്ഞ പൗലോസ് പറയുന്ന എന്താണ്? എനിക്ക് കഷ്ടത ഉണ്ടായിരുന്നു, എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. അപ്പോൾ അവർ ചെയ്ത സഹായത്തെ പൗലോസ് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു, ഇത് കത്തിൻ്റെ അവസാനമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ ചെയ്ത ആ ഫെലോഷിപ്പിന് പൗലോസ് ഒരിക്കലും വിലയില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്തത് ഒരു നല്ല കാര്യമാണ്, ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു തന്നെയാണ് പൗലോസ് പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ കാശ് കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഒരു മനോഭാവം പൗലോസിന് ഇല്ലായിരുന്നു. നിങ്ങൾ ചെയ്തത് നന്നായി, നല്ലൊരു കാര്യം. എന്നിട്ട് താൻ പറയുന്നത്, ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനിയിൽ നിന്ന് പുറപ്പെട്ടാരെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസിനെ സഹായിച്ച ഏക സഭ ഈ ഫിലിപ്പിയിലുള്ള ജാതികളുടെ പട്ടണമായ ഫിലിപ്പിയിലുള്ള ഈ സഭയാണ് എന്ന് മാത്രമല്ല, ഈ വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് വേറെ ആരും കൂട്ടായ്മ കാണിച്ചില്ല എന്ന കാര്യം നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഫിലിപ്പിയർക്ക് മനസ്സിലായി, ഫിലിപ്പിയിലുള്ള സഭക്കാർക്ക് മനസ്സിലായി ഇയാളെ വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആരും ചെയ്യുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്നവർ ചിന്തിച്ചില്ല. ഇന്ന് ആളുകൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ വേറെ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നുണ്ടോ എന്നാൽ പിന്നെ നമുക്ക് അല്ല. അവരങ്ങനെ ചിന്തിച്ചില്ല. അവർ പറഞ്ഞത് പൗലോസിനെ കുറിച്ച് നമുക്കറിയാം, പൗലോസിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ആര് ചെയ്യുന്നില്ല എന്നുള്ളത് അവർക്കൊരു വിഷയമല്ലായിരുന്നു. അവർ തുടക്കം മുതൽ തന്നെ പൗലോസിനെ സപ്പോർട്ട് ചെയ്തു. ഈ ഒരു കാര്യം ഞാൻ ഒന്ന് എംഫസൈസ് ചെയ്യാൻ പറയുകയാണ്. നമുക്ക് നമ്മൾ സാധാരണ പറയുമല്ലോ, നമ്മൾ സ്തോത്രകാഴ്ച എടുക്കുന്നത്, നമ്മൾ കുട്ടികളെ കൊണ്ടും സ്തോത്രകാഴ്ച ഇടിക്കും. അത് ഒരു നല്ല പ്രാക്ടീസ്, ഒരു നല്ല കാര്യമാണ്. ചെറുപ്പം മുതലേ ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളത് അവരെ പഠിപ്പിക്കുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യം കൂടെ ഞാൻ കൂടെ പറയട്ടെ. ഈ നമ്മൾ പൈസ കുട്ടികളുടെ കയ്യിൽ സ്തോത്രാഴ്ച ഇടാൻ കൊടുക്കുമ്പോൾ മറ്റ് ദിവസങ്ങളിൽ നമ്മൾ അവരുടെ കയ്യിൽ സാധനങ്ങൾ മേടിക്കാൻ പൈസ കൊടുക്കുന്നതും അവർ കാണുന്നുണ്ട്. അവർക്ക് സാധനം വാങ്ങാൻ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ അവരുടെ കയ്യിൽ പൈസ കൊടുക്കുമ്പോൾ അത് എത്ര രൂപയാണെന്നും സ്തോത്രാഴ്ച ഇടാൻ കൊടുക്കുന്ന രൂപ എത്രയാണെന്നും അവർക്കറിയാം, അവർ മനസ്സിലാക്കും. അപ്പോൾ ഇതൊക്കെ ഒരു പാഠമാണ്, ചെറുപ്പം തൊട്ടുള്ള ഒരു പാഠമാണ്. എല്ലാ ആഴ്ചയും സ്തോത്രകാഴ്ചയായിട്ട് എന്തെങ്കിലും ഒരു തുക ഇടുക എന്നുള്ളതല്ല, നമ്മൾ എന്തുമാത്രം കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്ന കാര്യം കൂടെ ചെറുപ്പം തൊട്ടേ കുട്ടികളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ഫിലിപ്പിയ സഭയുടെ ഒരു ഹാബിറ്റായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ശീലമായിരുന്നു കൊടുക്കുക എന്നുള്ളത്. മറ്റ് പല സ്ഥലത്തുള്ള സഭകൾക്കും പല പണമുള്ള സഭക്കാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഫിലിപ്പിയിലുള്ള ചെയ്തത്. നമ്മൾ കൊരിന്തി ലേഖനത്തിലൊക്കെ വായിക്കുന്നത്, കൊരിന്തിയിലുള്ളവർ പണക്കാരായിരുന്നു, അവർക്ക് കേസ് നടത്താൻ കാശുണ്ടായിരുന്നു. എന്നിട്ട് പൗലോസ് അവരോട് പറഞ്ഞു, ഞാൻ മറ്റ് സഭകളെ കൊള്ളയടിച്ചിട്ടാണ് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തത്. ഇതൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കണം. ഇല്ലാഞ്ഞിട്ടല്ല, കൊടുക്കുന്ന ഒരു സ്വഭാവം ഇല്ലാതെ പോയി. ഇവർ ഞങ്ങളുടെ ഇവിടെയല്ലല്ലോ ഇപ്പോൾ പ്രസംഗിക്കുന്നത്, തെസ്സലോനിക്കയിലല്ലേ. അവർ നോക്കട്ടെ എന്ന് പറഞ്ഞില്ല, തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർക്കാൻ അവർ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ എന്ന് ആണ് താൻ പറയുന്നത്. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രയും ആഗ്രഹിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ പണം കൊടുക്കുമ്പോൾ പണം കിട്ടുന്ന ആൾക്ക് അതൊരു സഹായമാണ്, ഇല്ലെന്നല്ല. എന്നാൽ അതിലും ഉപരിയായി ഈ പണം കൊടുക്കുന്ന ആൾക്ക് ഏറുന്ന ഫലം അല്ലെങ്കിൽ പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ സാറിന് പറയുമല്ലോ, യു കനോട്ട് ഔട്ട് ഗീവ് ഗോഡ്. ദൈവത്തിന് കൊടുത്തത് കൊണ്ട് ആർക്കും ഒന്നും ഇല്ലാതാകുകയില്ല. ദൈവത്തിന് കൊടുത്തുകൊണ്ട് ആരുടെയും ആവശ്യങ്ങൾ നടക്കാതെ വന്നിട്ടില്ല.
അപ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കുന്നത് അത് നമുക്ക് വേറിയ പ്രതിഫലം ലഭിക്കാനായിട്ടാണ്. പലരും കരുതുന്നു അല്ലേ, നമ്മളിവിടെ 10 രൂപ സ്വോത്രാഴ്ച ഇട്ടാൽ 100 രൂപയുടെ കച്ചവടം നടക്കും. അതല്ല, അത് ദ്രവ്യാഗ്രഹമാണ്, അത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. എന്നാൽ നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്ന് പറയുന്നത് അത് ഒരുപക്ഷെ ഈ ലോകത്തായിരിക്കില്ല. ഈ ലോകത്ത് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുമെങ്കിലും താൻ നമുക്ക് പ്രതിഫലം തരുന്നത് നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോഴാണ്. ഇനി 18-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പോഴെനിക്ക് വേണ്ടുന്നത് എല്ലാമുണ്ട്, സമൃദ്ധിയുമായിരിക്കും. നിങ്ങൾ അയച്ചു തന്ന സൗരഭ്യവാസനയായ ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യമായ യാഗമായി എപ്പഫ്രാദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? കുറച്ച് മുമ്പ് എനിക്ക് വേണ്ടുന്നതെല്ലാം ഇല്ലായിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ, ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ചില അവസരങ്ങളുണ്ട്. ആ അവസരം നമ്മൾ ഉപയോഗിക്കണം. ആ അവസരം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരു അവസരം നമുക്ക് കിട്ടുകയില്ല, പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. നമ്മൾ ചില ആളുകളെ, കഷ്ടത്തിലിരിക്കുന്ന ആളുകളെ, ബുദ്ധിമുട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ അവരെ സഹായിച്ചു. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരാ ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നൊക്കെ പുറത്തു വരും. അന്ന് അവർക്ക് യാതൊരു സഹായവും ആവശ്യമില്ല. ഒരു പക്ഷേ വലിയ നിലയിലെത്തി നിങ്ങളെ തിരിച്ച് സഹായിക്കാൻ മാത്രം വലിയ ആളുകളായി എന്ന് വരാം. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മൾ ആളുകളെ അവരുടെ ബുദ്ധിമുട്ടിൽ സഹായിച്ചാൽ അവരതൊരിക്കലും മറക്കുകയില്ല. അവർക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് അവരെ സഹായിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സമാഗമന കൂടാരം പണിയുന്ന സമയത്ത് മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഈ പണിക്ക് വേണ്ടി കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ കൊണ്ടുവന്നു. എല്ലാവരും കൊണ്ടുവന്നില്ല, കുറേ പേര് കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞ് നേരത്തെ കൊടുക്കാതിരുന്ന ആളുകളും വന്നു. അവർ പണവുമായിട്ട് അല്ലെങ്കിൽ സ്വർണവുമായിട്ട് ഒക്കെ വന്നപ്പോൾ മോശ എന്താ പറഞ്ഞു? വേണ്ട, കയ്യിലിരിക്കട്ടെ, ഞങ്ങൾക്ക് ആവശ്യത്തിലധികം ഉണ്ട്. മനസ്സിലായോ? ഇവർക്കും കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഈ സമാഗമന കൂടാരത്തിൽ അവർ ഉണ്ടാക്കിയ, ഇപ്പോൾ സ്വർണം കൊടുത്തു വന്നിരിക്കട്ടെ, ആ സ്വർണം കൊണ്ടാണ് ധൂപപീഠം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനം ഉണ്ടാക്കാനായിട്ട് ഇവരുടെ സ്വർണം ഉപയോഗിച്ചത്. അത് എത്ര വർഷങ്ങൾ നിലനിന്നു. മനസ്സിലായോ? അത് നഷ്ടപ്പെട്ടു പോയില്ല, അതവിടെ ഉണ്ട്. എന്നാൽ കൊടുക്കാതിരുന്നവരുടെ സ്വർണവും വെള്ളിയും എന്ത് സംഭവിച്ചു? അവർക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയത്ത് ചെയ്യാതിരുന്നുകൊണ്ട് അത് അവർക്ക് അനുഗ്രഹമായില്ല. പൗലോസ് പറഞ്ഞു, എനിക്കിപ്പോൾ എല്ലാം ഉണ്ട്, ഞാൻ സമൃദ്ധിയുമായിരിക്കുന്നു. ഇനി നിങ്ങൾ അയച്ചു തന്ന സൗരഭ്യവാസനയായ ദൈവത്തിൻ്റെ പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗം. ഇവർ അയച്ചു കൊടുത്ത പണം ദൈവത്തിന് സൗരഭ്യവാസനയാണെന്നാണ്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും പൂത്ത കാശെന്നല്ലേ. പൂത്ത കാശെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാത്ത പണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ വേറെ പറയുന്നുണ്ട്, സ്റ്റിങ്കിങ് റിച്ച്. ശരിക്കും പറഞ്ഞാൽ ദുർഗന്ധമുണ്ടാക്കുന്ന ധനം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇവിടെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവനാമത്തിൽ കൊടുത്താൽ അത് ദൈവത്തിന് സൗരഭ്യവാസനയായി, ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗം. അത് ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു, തൃപ്തി നൽകിയിരിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ്. എന്നിട്ട് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തിരും. ഇത് പാവപ്പെട്ട ആളുകളാണ് ചെയ്തത്. ഈ പൗലോസിന് പണം അയച്ചു കൊടുത്തത് പാവപ്പെട്ട ആളുകളാണ്. കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും, ഇത് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ സഹോദരന്മാരെ, മക്കതോന്യ സഭ എന്ന് പറഞ്ഞാൽ ഫിലിപ്പി സഭയൊക്കെ മക്കതോന്യയിലുള്ളതാണ്. അവർക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു.
അപ്പോൾ ഈ പട്ടിണിക്കാരായ ബുദ്ധിമുട്ടുള്ള മെക്കതോന്യ സഭകൾ, ഫിലിപ്പിയ സഭ മെക്കതോന്യ സഭയാണ്, മെക്കതോന്യയിലുള്ള സഭയാണ്, അവർ ചെയ്തത് കണ്ടോ? അവർക്ക് കഷ്ടതയും ബുദ്ധിമുട്ടും ആയിരുന്നിട്ടും അവർ ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ എന്ന് ചിന്തിക്കരുത്. അത് നടക്കാൻ പോകുന്നില്ല. നമുക്കുള്ളതിൽ നിന്ന് ദൈവത്തിന് കൊടുക്കാൻ സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. പിന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് മഹത്വത്തോടെ, ദൈവം തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമുക്ക് ചിലരൊക്കെ ചില സഹായം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി എവിടെ നിന്നുണ്ടാക്കും? ഇല്ലേ? ഇത്രയും കിട്ടി, ഇനി ബാക്കി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി തീർത്തു തരും. അതാണ് ദൈവം ചെയ്യുന്നത്. താൻ പറയുന്നു, നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം, ആമേൻ. പിന്നെ ഓരോരുത്തരെയും വന്ദനം ചെയ്യുന്ന കാര്യം താൻ പറയുന്നു. എന്നോടുകൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാരെല്ലാവരും വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. മോസ്റ്റ് പ്രോബബ്ലി അന്നത്തെ കൈസർ അല്ലെങ്കിൽ സീസർ നീറോയാണ്. എന്തോ ഒരു എന്താ പറയുക, പെർവേർട്ടഡ് ആയിട്ടുള്ള വളരെ ദുഷ്ടനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു നീറോ. എന്നാൽ ആ നീറോയുടെ അരമനയിൽ സുവിശേഷം വിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായ ഭരണാധികാരിയുടെ കീഴിൽ വിശ്വാസികളായ ദാസന്മാർ, അവർ പൗലോസിലൂടെ ഫിലിപ്പിയിലുള്ളവർക്ക് വന്ദനം അറിയിക്കുകയാണ്. എന്നിട്ട് താൻ പറയുന്നു, ക്രിസ്തു യേശുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് താൻ തൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്, സാഹചര്യങ്ങൾ. അത് ഈ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മനോഭാവത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ജയിലിലാണ്, അയ്യോ കഷ്ടം, എന്നെ ആൾക്കാർ കുറ്റം പറയുന്നു, കഷ്ടം ഇല്ല. തൻ്റെ മനോഭാവത്തെ, പൗലോസ് ഒരിക്കലും തൻ്റെ മനോഭാവത്തെ സാഹചര്യങ്ങൾ നിയന്ത്രിക്കാൻ അനുവദിച്ചില്ല. താൻ പറഞ്ഞു, ഞാൻ സന്തോഷിക്കുന്നു, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. രണ്ടാമത് താൻ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. മരണമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിലും അഥവാ ഞാൻ ജീവിക്കുകയാണെങ്കിലും രണ്ടിനും ഞാൻ സമ്മതമാണ്. ഐ ആം റെഡി ടു ഗോ, വില്ലിങ് ടു സ്റ്റേ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഭാവം. ഞാൻ പോകാൻ തയ്യാറാണ്, പക്ഷേ ആവശ്യമെങ്കിൽ ഐ വിൽ സ്റ്റേ ബാക്ക്. എന്താണ്? ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് എന്ന് പറഞ്ഞാൽ തല സ്വർഗത്തിലുള്ള ക്രിസ്തു, ശരീരം ഈ ഭൂമിയിൽ. അപ്പോൾ താൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും, വിശ്വാസികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്നെക്കൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ ഐ എം വില്ലിങ് ടു സ്റ്റേ ബാക്ക്. ഞാൻ മരിക്കാതെ ജീവിച്ചിരുന്ന് അവരെ ശുശ്രൂഷിക്കും. അതായിരുന്നു തൻ്റെ മനോഭാവം. 2-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട കാര്യം, വിനയം ഐക്യത്തിന് അത്യാവശ്യം. ക്രിസ്തുവിലുള്ള ഭാവം നമ്മളുണ്ടായിരിക്കണം. അതാണ് വിനയം. നമ്മുടെ അവകാശങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ, നമ്മുടെ പ്രിവിലേജസ് വേണ്ടെന്ന് വയ്ക്കാൻ ഉള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം. 3-ാം അധ്യായത്തിൽ പ്രധാന വിഷയം, ജഡത്തിൽ ആശ്രയിക്കരുത്. ജഡം വളരെ നല്ലതാണെന്ന് തോന്നും. പൗലോസ് തൻ്റെ യോഗ്യതകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജഡത്തിൽ ആശ്രയിക്കരുത്. അതിനെ പുറത്ത് കളയേണ്ട ഒന്നായി, ഗാബേജായിട്ട് നമ്മൾ കണക്കാക്കണം. ജഡത്തിൽ ആശ്രയിക്കരുത്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരിക്കലും സഹായിക്കില്ല. യോജിക്കുകയും ചിന്തിക്കുകയും ഏക ചിന്തയോടെ ഇരിക്കണം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട സന്ദേശം താൻ കൊടുക്കുന്നത്. 2 സഹോദരിമാർ, അവർ തമ്മിലുള്ള പ്രശ്നമുണ്ട്. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും രമ്യമാക്കണം. അതിന് മറ്റുള്ളവരുടെ സഹായം തേടണം, മറ്റുള്ളവരോട് അവരെ സഹായിക്കണം എന്നും താൻ പറയുന്നു. പിന്നെ അവസാനത്തെ അധ്യായത്തിൽ സൗരഭ്യവാസനയുള്ള പണം. നമ്മുടെ കയ്യിലിരുന്നാൽ അത് പൂത്തുപോകും, അല്ലെങ്കിൽ അത് ദുർഗന്ധം വമിപ്പിക്കും. എന്നാൽ അത് സൗരഭ്യവാസനയുള്ള ഒരു യാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചാൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും. ഇതാണ് ഫിലിപ്പ് ലേഖനത്തിൽ നിന്നും ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ പാഠങ്ങൾ. ഇത്രയും ദിവസം ഈ ഫിലിപ്പ് ലേഖനത്തിൽ ചിന്തിക്കുവാൻ
ദൈവം എന്നെ സഹായിച്ചു. ഞാനതിന് ദൈവത്തെ സ്തുതിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയ്ക്കുമായും ഞാൻ നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.